രാജ്യത്തിന്റെ അഭിമാനമായ പടക്കപ്പൽ വലിയ ആഘോഷത്തോടെ നടന്ന ഉദ്ഘാടന ചടങ്ങ്. കപ്പൽ രാജ്യത്തിന് സമർപ്പിക്കുന്നതാണെങ്കിൽ രാഷ്ട്രതലവനും. എന്നാൽ ആ ചടങ്ങിന് തൊട്ടു മുൻപ് അതേ നേതാവിന്റെ കൺമുന്നിൽ ആ കപ്പൽ തകർന്ന് കടലിൽ മുങ്ങിയാൽ എങ്ങനെയുണ്ടാകും? എന്തുമാത്രം അപമാനകരവും അപകടകരമാവും ആ സംഭവം. എന്നാൽ ആ രാജ്യത്തിന്റെ പേരറിഞ്ഞാൽ അത് ചില്ലറ അപകടമാകില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കഴിഞ്ഞ ദിവസം ഉത്തര കൊറിയയിൽ നടന്ന സംഭവമാണ് പറഞ്ഞു വരുന്നത്. 5000 ടൺ ഭാരമുള്ള ഡിസ്ട്രോയർ പടക്കപ്പലാണ് ഉദ്ഘാടന വേദിയിൽ തകർന്നത്. അതും സാക്ഷാൽ കിം ജോങ് ഉന്നിന്റെ മുന്നിൽ വെച്ച്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പറയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മാധ്യമ സെൻസറിംഗ് ശക്തമായ ഉത്തര കൊറിയയിലെ കാര്യമായതുകൊണ്ട് എന്ന് നടന്ന സംഭവമാണെന്ന് വ്യക്തമല്ല. ആ രാജ്യത്തെക്കുറിച്ചും കിമ്മിനെ കുറിച്ചുമെല്ലാം പടിഞ്ഞാറൻ മാധ്യമങ്ങൾ പല കഥകളും അടിച്ചുവിടാറുള്ളത് കൊണ്ട് സംഭവത്തിന്റെ ആധികാരികതയും ഒറ്റയടിക്ക് ഉറപ്പിക്കാനാകില്ലല്ലോ. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് അസോസിയേറ്റഡ് പ്രസും റോയിട്ടേഴ്സും ഉൾപ്പെടെയുള്ള വാർത്താ ഏജൻസികളും BBC പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്ത പുറത്തുവിടുന്നത്. വാർത്ത കൊറിയൻ ഔദ്യോഗിക വാർത്താ ഏജൻസി KCNA സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തര കൊറിയയിലെ വടക്കൻ പ്രവിശ്യയായ ഹങ്ക്യോങ്ങിന്റെ തലസ്ഥാനം ചോങ്ജിനിലാണ് അപകടം നടന്നത്. നഗരത്തോട് ചേർന്നുള്ള തുറമുഖത്തിൽ കപ്പൽ രാജ്യത്തിന് സമർപ്പിക്കാനിരിക്കെയായിരുന്നു അപകടം. അടുത്തിടെ നിർമ്മിച്ച ഉത്തര കൊറിയയുടെ രണ്ടാമത്തെ ഡിസ്ട്രോയർ പടക്കപ്പലിലാണ് വൻ അപകടമുണ്ടായിരിക്കുന്നത്. കപ്പൽ കടലിൽ ഇറക്കുന്നതിനിടെ ഒരു ഭാഗം തകർന്നു. കപ്പലിന്റെ താഴ്ഭാഗം തകർന്ന് കടൽ വെള്ളം അമരത്തേക്ക് പ്രവഹിക്കുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് കപ്പൽ ഒരു ഭാഗത്തേക്ക് ചരിയുകയും ചെയ്തു. കിം നോക്കി നിൽക്കുകയായിരുന്നു ഈ ഞെട്ടിപ്പിക്കുന്ന അപകടം. സംഭവത്തിൽ ആളപായമോ മറ്റ് അപകടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ മാസമാണ് ഉത്തര കൊറിയ ആദ്യത്തെ ഡിസ്ട്രോയർ കപ്പൽ പുറത്തിറക്കിയത്. രാജ്യത്തിന്റെ ഏറ്റവും വലുതും അത്യാധുനികവുമായ പടക്കപ്പലാണിതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏകദേശം 70ഓളം മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. ജാപ്പനീസ് കോളനി കാലത്തെ കൊറിയൻ ഗറില്ല പോരാളി ചോ ഹ്യോണിന്റെ പേരാണ് ഈ കപ്പലിന് നൽകിയിരിക്കുന്നത്. ആണവ ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും വഹിക്കാനായി റഷ്യയുടെ സഹായത്തോടെ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ് കപ്പലെന്നാണ് കൊറിയൻ മാധ്യമങ്ങൾ പറയുന്നത്. ഇതേ വിഭാഗത്തിൽപ്പെട്ട രണ്ടാമത്തെ കപ്പലാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഒരു ഭാഗം കരയിലും മറുഭാഗം കടലിലുമായി കിടക്കുന്ന കപ്പൽ പൂർണ്ണമായും ടാർപോളിൻ കെട്ടി മറച്ച നിലയിലാണുള്ളത്. സാങ്കേതിക തകരാറിനെ തുടർന്നാണ് അപകടമെന്നാണ് കൊറിയൻ വാർത്താ ഏജൻസിയുടെ വിശദീകരണം. ഏതായാലും പുതിയ പടക്കപ്പലിന്റെ അനാവരണം വെള്ളത്തിലായതിന്റെ കലിപ്പിലാണ് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. ക്രിമിനൽ നടപടിയെന്നാണ് സംഭവത്തെക്കുറിച്ച് കിം ജോങ് ഉൻ പ്രതികരിച്ചത്. തികഞ്ഞ അലംഭാവവും നിരുത്തരവാദിത്വവും അശാസ്ത്രീയ മനോഭാവമാണ് ബന്ധപ്പെട്ടവർ കാണിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ അഭിമാനത്തിനും അന്തസ്സിനുമാണ് ഒറ്റയടിക്ക് സംഭവം മാരകമായി പരിക്കേൽപ്പിച്ചിരിക്കുന്നതെന്നും കിം പറഞ്ഞു. ഉത്തരവാദികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത മാസം നടക്കുന്ന വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയ പ്ലീനത്തിൽ ശിക്ഷാ നടപടികൾ തീരുമാനിക്കും. അതിനു മുൻപ് കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനും കിം ഉത്തരവിട്ടിട്ടുണ്ട്. അമേരിക്കക്കെതിരെ കിം നിരന്തരം ഭീഷണികൾ ഉയർത്തുകയും മിസൈൽ വ്യോമ പരീക്ഷണങ്ങളുമായി വെല്ലുവിളി ഉയർത്തുന്നതിനുമിടയിലാണ് ഉത്തര കൊറിയയ്ക്ക് നാണക്കേടായ സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഉത്തരവാദികളെ കിം വെറുതെ വിടില്ല എന്നത് ഉറപ്പാണ്. എന്നാൽ ഏതു തരത്തിലുള്ള ശിക്ഷാ നടപടികളാകും കുറ്റവാളികളെ കാത്തിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. മാപ്പർഹിക്കാത്ത കുറ്റമായി കണക്കാക്കി ജീവപര്യന്ത തടവ് ശിക്ഷ വരെ അനുഭവിക്കേണ്ടി വരുമെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ചോങ്ജിൻ ഷിപ്പ്യാർഡിന്റെ മാനേജർ ഹോങ്കിൽ ഹോമയെ സെൻട്രൽ മിലിറ്ററി കമ്മീഷൻ വിളിപ്പിച്ചിട്ടുണ്ടെന്ന വിവരമാണ് പുറത്തു വരുന്നത്.